ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ഗൈഡൻസ് മെസ്സേജ് എടുക്കാം. ഇന്നത്തെ യെസ് ഓർ നോ ക്വസ്റ്റൻ ആണ് എടുക്കുന്നത്. നിങ്ങൾക്കുള്ള ആൻസേഴ്സ് യൂണിവേഴ്സ് എന്ന്. ഓക്കെ, നിങ്ങളുടെ മൈൻഡിൽ എന്തെങ്കിലും ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ, ഓക്കെ, അത് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നടക്കുമോ എന്ന് നമുക്ക് നോക്കാം. ആൻഡ് അതിൽ എന്തെങ്കിലും സൊല്യൂഷൻ ആയിട്ട് എന്തെങ്കിലും ഗൈഡൻസ് ആയിട്ട് യൂണിവേഴ്സ് എന്താ പറയുന്നതെന്ന് കൂടി നോക്കാം. ആദ്യം യെസ് ഓർ നോ ഡയറക്ട്ലി, അതായത് നിങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ ഒരു ആഗ്രഹം, ഒരു വിഷ്, അത് നടക്കുമോ എന്ന് യെസ് ഓർ നോ നോക്കാം. ആൻഡ് നമുക്ക് അതിൻ്റെ കുറച്ച് ഗൈഡൻസ് ആയിട്ട് എടുക്കാം. ദിസ് ബുക്ക് ഒന്ന് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇന്ന് കോൾഡ് ഉണ്ട്, നല്ല പനിയുണ്ട്. ഓക്കെ, ബട്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അറ്റ്ലീസ്റ്റ് ഒരു റീഡിംഗ് എങ്കിലും ചെയ്തിടാമെന്ന് വിചാരിച്ചു. രണ്ടാമത്തെ റീഡിങ് സാധിക്കും തോന്നുന്നില്ല, എന്തായാലും എനർജി പോലെ. ബട്ട് നോക്കട്ടെ, എന്തായാലും ഇപ്പം ഇത് ചെയ്യട്ടെ ആദ്യം. ഓക്കെ, 2 പൈൽ വെച്ചിട്ടുണ്ട്. 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേറെ വേറെ ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യൻ ആയിട്ട് എടുക്കാം, രണ്ടും കാണാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ എങ്കിൽ ഏതെങ്കിലും ഒരു പൈൽ ചൂസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ കണ്ടോളൂ. ഓക്കെ, ഒരേ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യരുത് അടുത്തതിന്. ഓക്കെ, യെസ് വന്നു, നോ വന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ആൻസർ അല്ല എന്ന് പറഞ്ഞാൽ അടുത്തതിലേക്ക് ഒരേ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യരുത്. ഒരു ക്വസ്റ്റ്യൻ മനസ്സിൽ ഒന്നേ ഉള്ളൂ എങ്കിൽ അത് ഒരു ഏഞ്ചൽ മാത്രം പിക്ക് ചെയ്യാം. ഓക്കെ, ഒരു ഫസ്റ്റ് പൈൽ നമുക്ക് റെഡ് ഏഞ്ചൽ ഉണ്ട്. ഓക്കെ, റെഡ് കളർ ഏഞ്ചൽ കാർണിയലിയൻ ഏഞ്ചൽ ആണ്. സെക്കൻഡ് പൈൽ റോസ് കോട്ട്സ് ഏഞ്ചൽ ആണ്. ഓക്കെ, പിങ്ക് കളർ റോസ് കോട്ട്സ് ഏഞ്ചൽ. ഓക്കെ, നിങ്ങൾ ചൂസ് ചെയ്തോളൂ. ഇതിൽ യെസ് ആൻഡ് നോ 4 കാർഡാണ് എപ്പോഴും ഞാൻ കാണിക്കാറുണ്ട്. ഞാൻ നിങ്ങളെ മുമ്പ് തന്നെ ഷഫിൾ ചെയ്ത് ഇതിൽ 2 ഞാൻ ഇവിടെ വെക്കും. ഓക്കെ, ഏത് പൈലിന് എന്താ വരിക എന്ന് എനിക്ക് തന്നെ അറിയില്ല. ഓക്കെ, ലെറ്റ്സ് സീ. ആൻഡ് ബാക്കി ഓക്കെ, മാക്സിമം എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. ഓക്കെ, നിങ്ങൾ നോട്ടേ വേണ്ട. ഓക്കെ, ഓരോ പൈലിന് ഫസ്റ്റ് പൈലിന് ഒരു കാർഡ് വെക്കാം, സെക്കൻഡ് പൈലിന് ഒരു കാർഡ് വെക്കാം. ഓക്കെ, ഫസ്റ്റ് പൈലിന് നമുക്ക് ഓക്കെ എടുക്കാൻ തന്നെ കിട്ടുന്നില്ല. ഓക്കെ, സെക്കൻഡ് പൈൽ. ഓക്കെ, ബാക്കി എന്താണെന്നും എനിക്കറിയില്ല, സോ ഐ ഡോണ്ട് നോ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാർക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റെഡ് കാർണിയലിയൻ ഏഞ്ചൽ ചൂസ് ചെയ്ത ആൾക്കാർക്ക് നിങ്ങളുടെ ഒരു ആഗ്രഹം, നിങ്ങളുടെ മനസ്സിൽ ക്വസ്റ്റ്യൻ റെഡി ആയിരിക്കും ഞാൻ വിചാരിക്കണം. ഓക്കെ, പോസ് ചെയ്തിട്ട് വേണമെങ്കിൽ ടൈം എടുത്തോളൂ. പൈൽ ചൂസ് ചെയ്യാൻ ഇനിയും സമയം തരാം. ഓക്കെ, നിങ്ങൾ പോസ് ചെയ്തോളൂ, എന്നിട്ട് ചൂസ് ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിൽ ആലോചിച്ച് വെച്ചോളൂ. ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നടക്കുമോ, യെസ് ഓർ നോ എന്ന് നമുക്ക് ചോദിക്കാം. ഓക്കെ, ഓക്കെ, ഫസ്റ്റ് പൈൽ സ്റ്റാർട്ട് ചെയ്യുന്നു ഞാൻ. റെഡ് ചൂസ് ചെയ്ത ആൾക്കാർക്ക് ഓക്കെ, നോ ആണ് ഇവിടെ. നോ എന്ന് കണ്ട് ഒരിക്കലും നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. ഓക്കെ, ലെറ്റ്സ് സീ. എന്താണ് നിങ്ങൾക്ക് ഈ നോ വരാൻ റീസൺ എന്താണ്? പിന്നീട് യെസ് ആവാൻ ചാൻസ് ഉണ്ടോ എന്താണ് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഏഞ്ചൽ ആൻസേഴ്സിന് നിങ്ങൾക്ക് ഗൈഡൻസ് യൂണിവേഴ്സ് എന്താ തരുന്നത് നോക്കാം. നോ ആണ് ഫസ്റ്റ് പൈൽക്കാർക്ക് ക്വസ്റ്റ്യന്. ലെറ്റ് ഗോ. ഓക്കെ, ആൻഡ് ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ ഉണ്ട്. വെയിറ്റ് ഉണ്ട്. ഓക്കെ, ബിഗ് ഹാപ്പി ചേഞ്ചസ് ഇവിടെ ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഓക്കെ ചൂസ് എ ന്യൂ ഡയറക്ഷൻ ഉണ്ട്. ഇത് നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നോ ആണ്. അതിന് നോ എന്ന് പറയാൻ ദൈവത്തിന് ഒരു റീസൺ ഉണ്ട്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഓക്കെ നിങ്ങൾക്ക് സന്തോഷം തരില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലതല്ല എന്ന് പറയാം. നിങ്ങൾക്ക് വേറെ അതിനേക്കാൾ നല്ലത് വേറെ എന്തോ വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി എന്നാണ് കാണുന്നത്. ബിഗ് ഹാപ്പി ചേഞ്ചസ് ഉണ്ട്. ചൂസ് എ ന്യൂ ഡയറക്ഷൻ ആൻഡ് നോ നീഡ് ടു വറി. ഓക്കെ, നിങ്ങൾ ഇത് കിട്ടിയില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യന് നോ വന്നു എന്ന് നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട. അത് നിങ്ങളോട് പറയുന്നത് അത് നിങ്ങൾക്കുള്ളതല്ല. ഓക്കെ, നിങ്ങൾക്ക് ഇതിനേക്കാൾ നല്ലത് വേറെന്തോ യൂണിവേഴ്സ് കരുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക്. ലെറ്റ് ഗോ എന്നാണ് പറയുന്നത്. അതിനെ നിങ്ങൾ കൂടുതൽ ആ ഒരു ആഗ്രഹം വിട്ട് കളഞ്ഞേക്കുക എന്ന രീതിയിലാണ് മാറ്റാൻ പറയുന്നുണ്ട്. അല്ലെങ്കിൽ വേറെ രീതിയിൽ അതിനെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒട്ടും വിട്ട് കളയാൻ പറ്റില്ലെങ്കിൽ ചൂസ് എ ന്യൂ ഡയറക്ഷൻ. എനിക്കൊരു ആൻസർ കൂടി, ഒരു കാര്യം കൂടി എൻ്റെ മനസ്സിൽ വന്നത്, ചെയ്യുന്ന മെത്തേഡ് വേറെ ഏതെങ്കിലും വഴിക്ക് നിങ്ങൾ ചെയ്തു നോക്കൂ എന്നുള്ളതായിരിക്കാം. നിങ്ങളൊരു ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം വേണം എന്നുണ്ടെങ്കിൽ അതിനെ അപ്രോച്ച് ചെയ്യുന്ന വഴി വേറെ ഏതെങ്കിലും തരത്തിൽ അപ്രോച്ച് ചെയ്ത് നോക്കൂ എന്ന് ജസ്റ്റ് ഒരു ഒപ്പീനിയൻ എൻ്റെ ഭാഗത്തുനിന്ന്. ഓക്കെ, എനിക്കറിയാം മനസ്സുകൊണ്ട് നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യം വിട്ട് കളയാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ വേണമെങ്കിൽ അതിന് വേറെ ഏതെങ്കിലും ഡയറക്ഷനിൽ കൂടെ ഒന്ന് ശ്രമിച്ചു നോക്കൂ എന്ന് എനിക്ക് തോന്നുന്നു. ബട്ട് യൂണിവേഴ്സ് പറയുന്നത് ആക്ച്വലി നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് തന്നെ അറിയാം ഇത് നിങ്ങൾക്ക് നല്ലതല്ല എന്ന്. ഓക്കെ, നിങ്ങൾക്ക് തന്നെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് പറയുന്നുണ്ട് ദാറ്റ് ഇവിടെ എന്തോ ശരിയല്ല, ഇത് നിങ്ങൾക്കുള്ളതല്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നല്ലതുണ്ട്, അല്ലെങ്കിൽ ഇത് വേണ്ട എന്നൊക്കെ ഐ തിങ്ക് നിങ്ങളുടെ മനസ്സ് തന്നെ പറയുന്നുണ്ട്. ഓക്കെ, ഈ നോ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഇത് നോ ആണ് എന്ന്.
ഓക്കെ. സോ യൂണിവേഴ്സ് പറയുന്നത് ഇത് ഏത് കാര്യമാണെന്ന് ഞാൻ ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ആർക്കും നിങ്ങളുടെ ഓരോരുത്തർക്കും ഓരോ കാര്യമായിരിക്കാം, അതെടുത്തോളൂ. സോ നിങ്ങൾ മനസ്സിൽ നിങ്ങൾ ചോദിച്ചൊരു ക്വസ്റ്റ്യന് നിങ്ങൾക്ക് നോ ആൻസർ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, എന്തെങ്കിലും ഓക്കെ. എനിവേ ഇവിടെ കാണുന്നത് വെയിറ്റ് എന്നും കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ സമാധാനമായിട്ട് വെയിറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്കുള്ള വേറെ നല്ലത് യൂണിവേഴ്സ് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, ഒട്ടും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഓക്കെ, നിങ്ങൾ വറി ചെയ്യരുത്. കാരണം ഈ നോന്ന് കണ്ടതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ടെൻഷനോ സങ്കടമോ ആവരുത്. നിങ്ങൾക്ക് വേണ്ടി വേറെ വളരെ നല്ല കാര്യങ്ങൾ വരുന്നുണ്ട്. യൂണിവേഴ്സ് നിങ്ങൾക്ക് സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ആഗ്രഹം നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യൂ, അതിനെ വിട്ട് കളഞ്ഞേക്കൂ. അതിനുവേണ്ടി ഇനി എഫേർട്ട് ഇടണ്ട എന്ന രീതിയിലും ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലൊന്ന് എഫേർട്ട് ഇട്ട് നോക്കിക്കോളൂ. ബട്ട് എവിടെയോ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുന്നില്ല. സോ ഐ തിങ്ക് ഇവിടെ യൂണിവേഴ്സ് കൂടുതലും പറയുന്നത് നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. എനിക്ക് വേറെ എന്തെങ്കിലും ഒരു ആഗ്രഹം നിങ്ങൾ ചോദിക്കുക എന്നല്ല, വേറെ എന്തെങ്കിലും ഒരു ആഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യുക. അങ്ങനെ ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരും, നിങ്ങൾക്ക് നല്ലത് യൂണിവേഴ്സ് കൊണ്ടുവന്ന് തരും. കുറച്ച് സമയം എടുക്കും എന്ന് മാത്രം. ഓക്കെ, മേ ബി ഓക്കെ ഒരു ചെറിയൊരു പെർസെൻറ്റേജ് ആൾക്കാർക്ക്, കുറച്ച് പേർക്ക് നിങ്ങൾക്ക് നോ ചിലപ്പോൾ വെയിറ്റ് ചെയ്യാനും പറയുന്നുണ്ട്. ഓക്കെ, നോ ഇപ്പോഴത്തേക്ക് നോ, അതായത് ഇപ്പോൾ നിങ്ങൾക്കിത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. പക്ഷെ മേ ബി കുറച്ച് കഴിയുമ്പോൾ, ഓക്കെ കുറച്ച് ഡിലേ ആയാലും ചിലപ്പോൾ പിന്നീട് വരും എന്നുമായിരിക്കാം. ഓക്കെ, ബട്ട് എന്തായാലും പക്ഷെ ലെറ്റ് ഗോ ഒക്കെ കണ്ടതുകൊണ്ട് എനിക്ക് കൂടുതലും നിങ്ങളോട് ഇത് വിട്ട് കളയാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, ആലോചിച്ച് നിങ്ങൾ ചെയ്യാം. എൻ്റെ ഇവിടെ നമുക്ക് ബുക്ക് ഓഫ് ആൻസേഴ്സ് കൂടി ഞാൻ എടുക്കുന്നുണ്ട് ഇവിടെ നിന്ന്. ഓക്കെ, ആക്ച്വലി ഞാനിങ്ങനെ ചെയ്തതും കണ്ടത് ഈ ഒരു പേജാണ്. വെയിറ്റ് എന്നുള്ള മെസ്സേജ് ആയിരുന്നു. ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആക്കിയതും കണ്ടത് ഇതാണ്, സെയിം മെസ്സേജ്. സോ നിങ്ങൾക്കൊരു കൺഫർമേഷനാണ് ദാറ്റ് വെയിറ്റ് ചെയ്യൂ, നിങ്ങൾക്ക് വേറെ നല്ലത് വരും, നിങ്ങൾക്ക് നല്ലത് കിട്ടും എന്ന രീതിയിൽ നിങ്ങൾ സമാധാനമായിട്ട് വെയിറ്റ് ചെയ്യൂ എന്ന രീതിക്ക് ഒരു കൺഫർമേഷൻ ഉണ്ട് നമുക്കിവിടെ. ഓക്കെ, ലെറ്റ്സ് സീ. അതൊരു വല്ലാത്ത കോയിൻസിഡൻസ് ആയിപ്പോയി. ക്ഷമയോടെ ഇരിക്കൂ എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്. ടെൻഷൻ അടിക്കണ്ട, ഡോണ്ട് വറി. ഓക്കെ, ഒരു പേജ് കൂടി. ഇറ്റ് ഈസ് അൺസർട്ടൺ. യെസ്, ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു സിറ്റുവേഷൻ ഇപ്പം നിങ്ങൾ ചോദിക്കുന്ന കാര്യം, ഓക്കെ അത് നിങ്ങൾക്ക് വേറെ എന്താണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് നിങ്ങൾക്ക് എന്തോ നല്ലതാണ് യൂണിവേഴ്സ് കൊണ്ടുവന്ന് തരാൻ പോകുന്നത്. ഇപ്പോൾ ഈ വഴിയിൽ പോയി കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു ആഗ്രഹം വെച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻ നിങ്ങൾ മുന്നോട്ട് പോയാൽ അതിൽ കുറേ അൺസർട്ടനിറ്റി ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് ചിലപ്പോൾ നല്ലതായിരിക്കില്ല എന്നെടുക്കാം. വേറെ ഇതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് വരും എന്ന് തന്നെയാണ്. ഒരു പേജ് കൂടി എടുത്തേക്കാം നമുക്ക്. ഡെഫിനറ്റ്ലി യെസ്. ഓക്കെ, അപ്പം നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, ഇതിനെ ലെറ്റ് ഗോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ നല്ലത്, വളരെ നല്ലത് വരും എന്ന രീതിയിലാണ് കാണുന്നത്. ഓക്കെ, അത് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, ആൻഡ് ഐ തിങ്ക് ബട്ട് അതിനാദ്യം ഇപ്പം നിങ്ങൾ ചോദിച്ച കാര്യം, അതിനെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിർത്തിവെക്കുക അല്ലെങ്കിൽ വിട്ടുകളയുക. അതിനുശേഷം നിങ്ങൾക്ക് തീർച്ചയായിട്ടും വേറെ നല്ലത് വരും. ഓക്കെ ഓക്കെ, സബ്സ്റ്റാൻഷ്യൽ എഫേർട്ട് വിൽ ബി റിക്വയർഡ്. നിങ്ങൾ അതിന് ഒരുപാട് എഫേർട്ട് ഇടേണ്ടി വരും. ഓക്കെ, നിങ്ങൾ അതായത് ഈ ഒരു കാര്യം ലെറ്റ് ഗോ ചെയ്യാൻ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ എഫേർട്ടായിരുന്നു തോന്നിയേക്കാം. നിങ്ങൾക്കത് വിട്ട് കളയാൻ തന്നെ നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത് തന്നെ വരും എന്ന് യൂണിവേഴ്സ് കൺഫർമേഷൻ തരുന്നുണ്ട്. സോ ഓക്കെ, പോസിറ്റീവായിട്ട് നിങ്ങൾ ഇരിക്കുക, സമാധാനത്തിൽ വെയിറ്റ് ചെയ്യുക. വേറെ നല്ലത് യൂണിവേഴ്സ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരും. ഓക്കെ, സോ ഫസ്റ്റ് പൈൽ നമുക്കതായിരുന്നു. ഓക്കെ, സെക്കൻഡ് പൈലിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ഞാൻ തോന്നുന്നു ഇത്രയൊക്കെ ഞാൻ എഫേർട്ട് എടുത്താലും അവസാനം ഒരേ കാർഡ്സ് വരും ചെയ്യും. അതെപ്പോഴും സ്ഥിരമാണ് എൻ്റെ, എന്താണെന്നറിയില്ല. ഓക്കെ, ലെറ്റ്സ് സി. നമുക്ക് പൈൽ 2 നിങ്ങൾ ചൂസ് ചെയ്ത ആൾക്കാർക്ക്, പിങ്ക് റോസ് കോൾസ് ചൂസ് ചെയ്ത ആൾക്കാർക്ക് നിങ്ങളുടെ മൈൻഡിൽ ക്വസ്റ്റ്യൻ നിങ്ങൾ റെഡിയാക്കിക്കോളൂ. ഒരാഗ്രഹം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ റെഡിയാക്കിക്കോളൂ. നമുക്ക് നോക്കാം അതിൻ്റെ ആൻസർ യെസ് ആണോ നോ ആണോ എന്നുള്ളത്. ഫസ്റ്റ് പൈൽ എന്തായിരുന്നു എന്ന് ഞാൻ ഇവിടെ പറയില്ല. ഓക്കെ, നിങ്ങൾ ഡയറക്റ്റ്ലി ഇവിടെ വന്നവരാണെങ്കിൽ ഞാൻ പറയുന്നില്ല. ഓക്കെ, ലെറ്റ്സ് സി. യെസ്, കൂൾ, വെരി ഗുഡ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ഒരു യെസ് ഉണ്ട് സെക്കൻഡ് പൈൽക്കാർക്ക്. വെരി നൈസ്. ഓക്കെ, യെസ് കാണുന്നുണ്ട്. നമുക്ക് അതിൽ ഗൈഡൻസ് കൂടി എടുത്തേക്കാം. യൂണിവേഴ്സ് എന്താ നിങ്ങൾക്ക് ഗൈഡൻസ് ആയിട്ട് പറയുന്നത്? വെരി നൈസ്. സെക്കൻഡ് പൈൽ നിങ്ങളുടെ ക്വസ്റ്റ്യന് യെസ് ഉണ്ട് ഇവിടെ. റിമെയിൻ പോസിറ്റീവ്, വെരി ഗുഡ്. ആൻഡ് നോ നീഡ് ടു വറി, നിങ്ങൾക്കും ഉണ്ട്. ഓക്കെ, ഓപ്പർച്യൂണിറ്റി, വെരി ഗുഡ്. ഒന്നുകൂടി എടുത്തേക്കാം അല്ലേ. അബൻഡൻസ്, വാവ്, എല്ലാം ഇതിൻ്റെ തന്നെയാണ്. ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ, സെയിം തിങ്. വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ്. ഓക്കെ, നിങ്ങൾ ചോദിക്കുന്ന കാര്യം
നിങ്ങൾക്ക് അടുത്ത കുറച്ച് ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്ക് കിട്ടും എന്നാണ് കാണുന്നത്. ഓക്കെ, എന്ത് തന്നെ ക്വസ്റ്റൻ ആയാലും ശരി, അത് കൂടുതലും എനിക്കിവിടെ മണി കാര്യങ്ങളാണ്, ജോലിയുടെ കാര്യങ്ങളായിരിക്കാം, പൈസയുടെ കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഈവൻ റിലേഷൻഷിപ്പും ആവാം, പറ്റില്ല എന്നല്ല, എന്നാലും ജസ്റ്റ് പറഞ്ഞത് മാത്രം. കൂടുതലും ഇവിടെ അബണ്ടൻസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. നിങ്ങളുടെ ജോലിയുടെ കാര്യം വല്ലതൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിത്തിൻ നെക്സ്റ്റ് ഫ്യൂ വീക്സ് നിങ്ങൾക്കൊരു ജോലി കിട്ടാനുള്ള സാധ്യതയാണ്. ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുമ്പിൽ വരും. ആൻഡ് ആ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വളരെയധികം അബണ്ടൻസ്, മണി അബണ്ടൻസ് കൊണ്ടുവരും. അതിപ്പോൾ ജോലി ആവണമെന്നില്ല, നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും ശരി, എന്ത് ചെയ്യുകയാണെങ്കിലും ശരി, ഐ തിങ്ക് മണി അബണ്ടൻസ് നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട്. അത് വിത്തിൻ നെക്സ്റ്റ് ഫ്യൂ വീക്സ് തന്നെ, അധികം നീണ്ടിട്ടല്ല. ഓക്കെ, ഈ വരുന്ന കുറച്ച് ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അബണ്ടൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുമ്പിൽ വരും. ഓക്കെ, ആൻഡ് റിമെയിൻ പോസിറ്റീവ് എന്ന് പറയുന്നുണ്ട്. യൂണിവേഴ്സ് പറയുന്നുണ്ട് നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. എന്തെങ്കിലും കിട്ടിയില്ല എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കരുത്. നിങ്ങൾ ആഗ്രഹിച്ച സമയത്ത് വന്നിട്ടില്ല എന്ന് വെച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾക്ക് യെസ് തന്നെയാണ്. ഓക്കെ, വരും. നിങ്ങളുടെ ആഗ്രഹിക്കുന്ന കാര്യം തീർച്ചയായിട്ടും വരും. സമയം അധികം വേണ്ട. ഇനി ഐ തിങ്ക് നിങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, യൂണിവേഴ്സ് പറയുന്നത് ടെൻഷൻ അടിക്കേണ്ട, വരുന്നുണ്ട്. ഓക്കെ, ഡോണ്ട് വറി. നിങ്ങൾക്കുള്ളത് നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ, അതിപ്പോൾ റിലേഷൻഷിപ്പ് ആവാം, ജോലിയുടെ കാര്യമാവാം, മണി അബണ്ടൻസ് ആവാം, പഠിക്കാൻ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളായിരിക്കാം, വിസയുടെ കാര്യമാണെങ്കിൽ, യാത്രയുടെ ആണെങ്കിൽ, എന്ത് തന്നെയായാലും നിങ്ങൾക്കൊരു യെസ് ആണ്. വളരെ നല്ല യെസ് ഉണ്ട് ഇവിടെ. ഓക്കെ, സോ പോസിറ്റീവായിട്ട് നിങ്ങളിരിക്കാം. ആൻഡ് നമുക്ക് ബുക്ക് ഓഫ് ആൻസേഴ്സ് കൂടി നോക്കാം. നിങ്ങൾക്കുള്ള അഡ്വൈസസ് യൂണിവേഴ്സ് എന്താ പറയുന്നത് നോക്കാം. ഓക്കെ, എനിക്ക് ലേശം വയ്യാതെയുണ്ട്, അതുകൊണ്ടാണ് കുറച്ച് മെല്ലെ ആയിരിക്കും സംസാരിക്കുന്നത്. വേണമെങ്കിൽ സ്പീഡ് കൂട്ടി കേട്ടോളൂ, നിർത്തിയില്ല, എനിക്ക് പറ്റുന്നില്ല നല്ല. ഓക്കെ, ലെറ്റ്സ് സീ. യു കുഡ് ഫൈൻഡ് യുവർ സെൽഫ് അൺഏബിൾ ടു കോംപ്രമൈസ്. ഓക്കെ, എവിടെയും ആക്ച്വലി ഈ എസ്സിലും രണ്ട് ചോയ്സ് ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, രണ്ട് കാര്യങ്ങൾ എന്ന രീതിയിൽ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ചോയ്സ് എടുക്കാൻ പറ്റാത്തതായിരിക്കും നിങ്ങളുടെ ഇപ്പോൾ കൺഫ്യൂഷൻ. ഓക്കെ, നിങ്ങൾക്ക് ഏത് വേണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കാം. ഇതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രോബ്ലം ആക്ച്വലി. ഓക്കെ, നിങ്ങളുടെ യെസ് വരുന്നതിൽ നിങ്ങളെ ഡിലേ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു തീരുമാനം എടുക്കലാണ് നിങ്ങൾക്ക് തടസ്സം ഇവിടെ. ഓക്കെ, കോംപ്രമൈസ് ചെയ്യാൻ നിങ്ങൾ പറ്റുന്നില്ല. ബിക്കോസ് നിങ്ങൾക്ക് ഐ തിങ്ക് രണ്ടും വേണമെന്നായിരിക്കാം, അങ്ങനെയാവാം, രണ്ടും ഇഷ്ടമുള്ള കാര്യങ്ങളായിരിക്കാം. അപ്പോൾ അതിലൊന്ന് വിട്ട് കളയാൻ വിഷമം ഉണ്ടാവും, അതുകൊണ്ടായിരിക്കാം. ഓക്കെ, ഒരു കോംപ്രമൈസ് എന്ന രീതിയിൽ അത് ചില അഡ്ജസ്റ്റ്മെന്റ്സ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വേണ്ടി വരും. അതാണ് ഇവിടെ നിങ്ങളെ ഡിലേ ആക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ എത്രയും വേഗം നിങ്ങൾ തീരുമാനം എടുക്കുന്നോ അത്രയും വേഗം നിങ്ങൾക്ക് കാര്യങ്ങൾ മുന്നോട്ട് നടക്കും. ഓക്കെ, ആൻഡ് ഇറ്റ്സ് ഗോയിങ് ടു ബി ഗ്രേറ്റ്. യെസ്, എന്ത് തന്നെ നിങ്ങൾ ചൂസ് ചെയ്താലും ശരി, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, നിങ്ങൾ ആ ചോയ്സിനെ ഓർത്ത് ഒരുപാട് വറി ചെയ്യേണ്ട. രണ്ട് ജോലി നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിൽ അതിൽ ഏതെടുക്കുമെന്ന് ആലോചിച്ച് ഒരുപാട് ടെൻഷൻ അടിക്കണം. നിങ്ങൾ യൂണിവേഴ്സിനോട് തന്നെ ചോദിക്കുക, കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിച്ച്. ഓക്കെ, നിങ്ങൾ യൂണിവേഴ്സിനോട് തന്നെ ചോദിക്കുക, എന്താണ് ഞാൻ ചൂസ് ചെയ്യേണ്ടതെന്ന്. എന്തെടുത്താലും നിങ്ങൾക്ക് എനിവേ നല്ലതാണ് വരാൻ പോകുന്നത്. ഓക്കെ, കുറച്ച് ടെൻഷൻ ഐ തിങ്ക് നിങ്ങളുടെ ഭാഗത്ത് അത് ഉണ്ടാവാം. ഒന്ന് ആലോചിച്ച് തീരുമാനം എടുത്തോളൂ. പക്ഷെ എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് നല്ലതേ വരുള്ളൂ. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഓക്കെ, ഇറ്റ്സ് ഗോയിങ് ടു ബി ഗ്രേറ്റ് എന്ന് പറയുന്നുണ്ട്. ഒരു പേജ് കൂടെ എടുക്കാം. യെസ് ബട്ട് ഡോണ്ട് ഫോഴ്സ് ഇറ്റ്. യെസ് തന്നെയാണ് നിങ്ങൾക്ക്. ഓക്കെ, ബട്ട് ഡോണ്ട് ഫോഴ്സ് ഇറ്റ് എന്ന് വെച്ചാൽ ഒരുപാട് പ്രഷർ വേണ്ട. ഓക്കെ, പ്രഷർ ചെയ്തിട്ട് ഒരു തീരുമാനം എടുക്കണ്ട. ഓക്കെ, കുറച്ച് സമയം എടുത്ത് ആലോചിച്ച് എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് നല്ലതാണ്. ഓക്കെ, ഒരുപാട് ഫോഴ്സ് ചെയ്ത് എന്തെങ്കിലും നിങ്ങൾ ആരെയും മറ്റുള്ളവരെ പ്രഷറിൻ്റെ മേലെ അവരൊക്കെ വെയിറ്റ് ചെയ്യുന്നു, ഞാനൊരു തീരുമാനം എടുത്തേ പറ്റൂ, ആ രീതിക്കൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങളുടേതായ സമയം എടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ അത് വരുന്നില്ലല്ലോ, ഇനിയും വന്നില്ലല്ലോ, കിട്ടിയില്ലല്ലോ എന്ന് ആലോചിച്ചൊരു പ്രഷർ നിങ്ങൾ ചെയ്യാതിരിക്കുക. ഓക്കെ, യൂണിവേഴ്സിനെയും പ്രഷർ ചെയ്യാതിരിക്കുക. ഓക്കെ, അതിൻ്റെതായ സമയത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു യെസ്, വളരെ നല്ലൊരു യെസ് യൂണിവേഴ്സ് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരും. ഓക്കെ, ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവന്ന് തരും, നിങ്ങൾക്ക് മണി അബണ്ടൻസ് കൊണ്ടുവന്ന് തരുന്നുണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, സോ പൈൽ 2 നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടാണ് കിട്ടിയത്. ആൻഡ് എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.